വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചാലഞ്ച് ആയിട്ടാണ്. 1 day ചാലഞ്ച്. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അതായത് നമ്മുടെ റിയൽ ലൈഫിലത്തെ ഒരു ദിവസം ഈ മൈൻക്രാഫ്റ്റത്തെ ഒരു ദിവസമേ കളിക്കാൻ പാടുള്ളൂ. അതായത് മൈൻക്രാഫ്റ്റത്തെ ഒരു ദിവസം മാത്രമേ റിയൽ ലൈഫിൽ ഒരു ദിവസം കളിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കാൻ ഡേറ്റ് മറന്നുപോയി നിൽക്കുക കേട്ടോ. ഡേറ്റ് പറഞ്ഞാൽ ഒക്ടോബർ 22 അന്നാണ് നമ്മളിപ്പോൾ കളിക്കണത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും മിക്കവാറും അന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം മാത്രം, ഒരു ദിവസം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചാലഞ്ചാണ്. അതായത് ഈ ഒരു ഡേ കൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ബെഡിൽ നിന്ന് ഉറങ്ങി എണീച്ചാൽ നമുക്ക് പിന്നെ അടുത്തൊരു ഇതിന് കളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കിട്ടി തുടങ്ങാം. മാത്രമല്ല, ഒക്ടോബർ 22 ഈ ഒറ്റ ദിവസത്തിൽ ഒരു മൈൻക്രാഫ്റ്റ് ഡേ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞ സമയമാണെങ്കിൽ നമുക്ക് മാക്സിമം 10 മിനിറ്റ് പ്രോഗ്രസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ സ്പോണായാണ് ഒരു ജംഗിളിൻ്റെ ബയോമിലാണ് ഞാൻ സ്പോണായിരിക്കണത്. അപ്പോൾ ഈ ബയോമിൽ പറ്റാത്ര ഇതുണ്ടാക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വുഡാണ് ഈ ജംഗിള് പറഞ്ഞാൽ ഓക്കും സ്പ്രൂസിൻ്റെ അത്ര ഇഷ്ടമല്ലെങ്കിലും മിക്ക അതിൻ്റെ പെയിലൊക്കൊക്കെ ഇല്ലേ, അതിൻ്റെക്കാളിലും ഇഷ്ടമുള്ള വുഡാണിത്. നമുക്ക് ആദ്യം പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ സ്പീഡ് റണ്ണാണ്. നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ സ്പീഡ് റണ്ണ് എൻ്റെ കഴിവൊക്കെ കാണാൻ പോവാണ് മിക്കവാറും. പിന്നെ ഈ ചാലഞ്ച് ഹാർഡ് കോറിലല്ല, ഹാർഡ് കോറിലേക്ക് പുതിയൊരു സീരീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാർഡ് കോർ ആക്കേണ്ട കരുതി നമ്മുടെ സ്പീഡ് റണ്ണ് വേഗം തന്നെ പുഷ്പം കുറച്ചൊന്ന് മൈൻഡ് എടുക്കട്ടെ ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്ത് മാത്രം ഇവിടെ ഒരു വലിയ ഗുണാതീവമാരി ഉണ്ടാക്കണം. അതിൻ്റെ നമുക്ക് വേഗം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സ്റ്റോൺ സോഡ്, ആക്സ്, പിക്കാക്സ്, 2 ഫർണസ് വേഗം നമ്മുടെ കയ്യിൽ കളയാനായിട്ട് തീരെ സമയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ തൽക്കാലത്ത് നിർത്താൻ മതി. നേരെ അടുക്കി നമുക്ക് വെക്കാം. ഇത് മാറ്റാം. നമ്മുടെ കയ്യിൽ ഇനിയൊരു ഷവലിൻ്റെയും ഹോവിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അതും കൂടി നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് അത് 2 ഉണ്ടാക്കി എടുക്കാൻ വേഗം. ഒരു ഷവലും പിന്നെ ഒരു ഹോയും, അത്രയും മതി. ഇതെടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇങ്ങോട്ട് പോവാം. നമുക്കിനി കുറച്ച് തടീൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് തടി ആദ്യം നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ എവിടെയും തടി ഉണ്ടോ എന്നായി നോക്കണം. തൽക്കാലം ഇത് മതി. സ്പീഡിന് ശേഷം അത്രയൊന്നും അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം നോക്കാം. കാരണം ഒരു സീരീസ് തന്നെ കളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബോറടിക്കുന്നുണ്ട്. അങ്ങനത്തെ അറിയുണ്ടാവും. കാരണം കഴിഞ്ഞൊരു ഹാർഡ് കോർ സീരീസിൽ ഒരേ സീരീസ് കുറേ എണ്ണം കളിച്ചാൽ ചെറുതായിട്ടൊക്കെ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്ക് വേറെ സീരീസ് മാറ്റി പിടിക്കാം.